ജെറമിയ അധ്യായം 46. ഈജിപ്തിനെതിരെ പ്രവചനം. കർത്താവ് ജനതകൾക്കെതിരെ ജെറമിയ പ്രവാചകനോട് അരുളി ചെയ്ത വചനങ്ങൾ ഈജിപ്തിനെ കുറിച്ച്. ജോസിയായുടെ മകനും യൂദാ രാജാവുമായ യഹോയാക്കീമിന്റെ 4-ാം ഭരണവർഷം ബാബിലോൺ രാജാവ് നബൂഖദ്നേസർ യൂഫ്രട്ടീസ് നദീതീരത്തെ കർക്കെമിഷിൽ വച്ച് തോൽപ്പിച്ച ഈജിപ്തിലെ ഫറവോ ആയ നെക്കോയുടെ സൈന്യത്തിനെതിരെയുള്ള പ്രവചനം. പടച്ചട്ടയും പരിചയും ധരിച്ച് യുദ്ധസന്നദ്ധരായി മുന്നേറുവിൻ. അശ്വസൈന്യമേ, കുതിരകൾക്ക് കോപ്പിട്ട് ജീനിമേൽ ഇരിപ്പുറപ്പിക്കുവിൻ. നിങ്ങൾ പടത്തൊപ്പി ധരിച്ച് അണിനിരക്കുവിൻ. കുന്തം മിനുക്കുവിൻ. ഉരസ്ത്രാണം അണിയുവിൻ. എന്താണ് ഈ കാണുന്നത്? അവർ പരിഭ്രാന്തരായി പിൻവാങ്ങുന്നു. പടയിൽ തോറ്റ അവരുടെ വീരന്മാർ തിരിഞ്ഞു നോക്കാതെ തിടുക്കത്തിൽ ഓടുന്നു. സംവേദിയാണിവിടെയും. കർത്താവ് അരുളി ചെയ്യുന്നു. വേഗമേറിയവന് ഓടിയകലാനോ പടയാളിക്ക് രക്ഷപ്പെടാനോ സാധിക്കുന്നില്ല. വടക്ക് യൂഫ്രട്ടീസ് തീരത്ത് അവർ കാലിടറി വീണിരിക്കുന്നു. നൈലിനെ പോലെ ഉയരുകയും കൂലം തകർക്കുന്ന പ്രവാഹം പോലെ ഇരമ്പിക്കയറുകയും ചെയ്യുന്ന ഇവൻ ആര്? നൈൽ കണക്കെ ഈജിപ്ത് ഉയർന്നു വരുന്നു. കൂലം തകർക്കുന്ന പ്രവാഹം പോലെ തിരയടിച്ചുയരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഉയർന്ന് ഭൂമിയെ മൂടും. നഗരങ്ങളെയും നഗരനിവാസികളെയും ഞാൻ നശിപ്പിക്കും. കുതിരകളെ മുന്നോട്ട്, രഥങ്ങളെ ഇരച്ചു കയറൂ. പടയാളികൾ മുന്നേറട്ടെ. പരിചയേന്തിയ എത്യോപ്യക്കാരും പൂത്തുകാരും വില്ലാളി വീരന്മാരായ ലിദിയാക്കാരും മുന്നേറട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ദിനമാണിത്. പ്രതികാരത്തിൻ്റെ ദിനം, ശത്രുക്കളോട് പകവീട്ടുന്ന ദിനം. അവരെ സംഹരിച്ച് വാളിന് മതിവരും. അവരുടെ രക്തം തൃപ്തിയാവോളം കുടിക്കും. ഉത്തരദിക്കിൽ യൂഫ്രട്ടീസ് തീരത്ത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു യാഗം അർപ്പിക്കുന്നു. ഈജിപ്തിന്റെ കന്യകയായ പുത്രി, ഗിലെയാദിലേക്ക് പോകൂ. തൈലം കയ്യിലെടുക്കൂ. നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു, എല്ലാം പാഴായിപ്പോയി. നിനക്ക് രോഗശാന്തിയില്ല. ജനപദങ്ങൾ നിന്റെ ലജ്ജാകരമായ അവസ്ഥയെപ്പറ്റി കേട്ടിരിക്കുന്നു. ഭൂമി മുഴുവൻ നിന്റെ നിലവിളി മുഴങ്ങുന്നു. പടയാളികൾ പരസ്പരം തട്ടിവീഴുന്നു. ഈജിപ്തിനെ ചവിട്ടിമെതിക്കാനുള്ള ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ വരവിനെ കുറിച്ച് ജെറമിയ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു. ഈജിപ്തിൽ പ്രഖ്യാപിക്കുക. മിക്തോയിലും മെംഫിസിലും തഹ്പൻഹസിലും വിളിച്ചു പറയുക, ഒരുങ്ങിയിരിക്കുവിൻ, സദാ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങൾക്ക് ചുറ്റുമുള്ളവയെല്ലാം ഖഡ്ഗം ഗ്രസിക്കാൻ പോവുകയാണ്. എന്തേ അപ്പീസ് നിബദിച്ചു? നിന്റെ ആ കാളക്കൂറ്റൻ ഉറച്ചു നിൽക്കാഞ്ഞതെന്തുകൊണ്ട്? കർത്താവ് അവനെ വെട്ടി വീഴ്ത്തിയിരിക്കുന്നു. നിന്റെ ജനക്കൂട്ടം കാലിടറി വീണു. മർദ്ദകന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് സ്വന്തം നാട്ടിലേക്കും സ്വന്തം ജനത്തിന്റെ അടുത്തേക്കും തിരിച്ചു പോകാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. അവസരം പാഴാക്കുന്ന വായാടി എന്ന് ഈജിപ്ത് രാജാവായ ഫറവോയെ വിളിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് തന്റെ നാമത്തിൽ ശപഥം ചെയ്യുന്നു. മലകളിൽ താബോറും സമുദ്രതീരങ്ങളിൽ കാർമലും എന്ന പോലെ ഒരുവൻ വന്നു ചേരും. ഈജിപ്ത് നിവാസികളെ പ്രവാസത്തിന് ബാണ്ടുമൊരുക്കുവിൻ. മെംഫിസ് വിജനമായ നാശകൂമ്പാരമായി തീരും. ഈജിപ്ത് ചന്തമുള്ള പശുക്കുട്ടിയാണ്. വടക്കുനിന്ന് വരുന്ന കാട്ടീച്ച അതിനെ ആക്രമിക്കും. അവളുടെ കൂലിപ്പട്ടാളം പോലും തടിച്ചു കൊഴുത്ത കാളക്കുട്ടിയെ പോലെയാണ്. ഇതാ, ചെറുത്തു നിൽക്കാനാവാതെ അവരൊന്നാകെ പിന്തിരിഞ്ഞോടുന്നു. അവരുടെ വിനാശദിനം എത്തിയിരിക്കുന്നു, അവരുടെ ശിക്ഷയുടെ മുഹൂർത്തം. സീൽക്കാരത്തോടെ പിൻവാങ്ങുന്ന പാമ്പിനെ പോലെയാണ് അവൾ. ശത്രു സൈന്യം അവൾക്കെതിരെ വരുന്നു. മരം വെട്ടി വീഴ്ത്തുന്നവരെ പോലെ മഴുവുമായി അവർ വരുന്നു. എത്ര നിബിഡമായിരുന്നാലും അവളുടെ വനം അവർ വെട്ടി നശിപ്പിക്കും. എന്തെന്നാൽ അവർ വെട്ടുകിളികളെക്കാൾ അസംഖ്യമാണ്. ഈജിപ്തിന്റെ പുത്രി ലജ്ജിതയാകും. വടക്കുനിന്നു വരുന്ന ജനത്തിന്റെ കയ്യിൽ അവൾ ഏൽപ്പിക്കപ്പെടും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. തേബസിലെ ആമോനെയും
ഫറവോയെയും ഈജിപ്തിനെയും അവളുടെ ദേവന്മാരെയും രാജാക്കന്മാരെയും ഫറവോയുടെ ആശ്രിതരെയും ഞാൻ ശിക്ഷിക്കും. അവരുടെ ജീവൻ വേട്ടയാടുന്ന ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെയും സേവകരുടെയും കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിക്കും. എന്നാൽ പിന്നീട് ഈജിപ്ത് പഴയതുപോലെ ജനവാസമുള്ളതാകും. എൻ്റെ ദാസനായ യാക്കോബെ, ഭയപ്പെടേണ്ട. ഇസ്രായേലേ, പരിഭ്രമിക്കേണ്ട. ദൂരെ ദേശത്ത് അടിമത്തത്തിൽ കഴിയുന്ന നിന്നെയും നിന്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും. യാക്കോബ് മടങ്ങിവരും. അവന് ശാന്തിയും സുരക്ഷിതത്വവും കൈവരും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. എൻ്റെ ദാസനായ യാക്കോബെ, ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഞാൻ ഓടിച്ചു കളഞ്ഞ ദേശങ്ങളിലെ ജനതകളെ ഞാൻ നിർമൂലമാക്കും. എന്നാൽ നിന്നെ നിശേഷം നശിപ്പിക്കുകയില്ല. ഉചിതമായ ശിക്ഷ നിനക്ക് ലഭിക്കും. നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല. അധ്യായം 47. ഫിലിസ്ത്യർക്കെതിരെ. ഫറവോ ഗാസ പിടിച്ചെടുക്കുന്നതിന് മുൻപ് ഫിലിസ്ത്യരെ കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു: ഇതാ, വടക്കുനിന്ന് ജലമുയരുന്നു. അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായി തീരും. ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും. ജനങ്ങൾ നിലവിളിക്കും, ദേശവാസികളെല്ലാം വിലപിക്കും. അവന്റെ കുതിരകളുടെ കുലമ്പടിയും രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും കേട്ട് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു. അവരുടെ കരങ്ങൾ അത്ര ദുർബലമാണ്. ഫിലിസ്ത്യരെ ഉന്മൂലനം ചെയ്യുകയും ടയറിലെയും സീദോനിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു. കഫ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്ത്യരെ കർത്താവ് നശിപ്പിക്കും. ഗാസ ശൂന്യമായി. അഷ്കലോൺ നശിച്ചിരിക്കുന്നു. അനാക്കിമിന്റെ അവശിഷ്ട ജനമേ, എത്രനാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും? കർത്താവിൻ്റെ വാളെ, നീ എന്ന് നിശ്ചലമാകും? നീ ഉറയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക. കർത്താവ് നിയോഗിച്ചിരിക്കെ അതെങ്ങനെ സ്വസ്ഥമാകും? അഷ്കലോണിനും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അയച്ചിരിക്കുന്നു. അധ്യായം 48. മൊവാബ്യർക്കെതിരെ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് മൊവാബിനെ കുറിച്ച് അരുളി ചെയ്യുന്നു: നെബോയ്ക്ക് ദുരിതം, അത് ശൂന്യമായിരിക്കുന്നു. അന്യാധീനമാകിയാൽ കിരിയാത്തായും ലജ്ജിക്കുന്നു. കോട്ട അപമാനിതമായി, അത് തകർക്കപ്പെട്ടു. മൊവാബിന്റെ പ്രശസ്തി അസ്തമിച്ചു. ഹെഷ്ബോണിൽ വച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു. വരുക, ഒരു ജനതയാകാതെ നമുക്കവളെ വിച്ഛേദിക്കാം. ഭ്രാന്തന്മാരെ, നിങ്ങളും നിശബ്ദരാക്കപ്പെടും. വാൾ നിങ്ങളെ പിന്തുടരും. ഇതാ, ഹൊറോണായിമിൽ നിന്ന് ഒരു വിലാപസ്വരം. ശൂന്യത, ഭീകരനാശം. മൊവാബ് നശിച്ചു. സോവാർ വരെ രോദനം മുഴങ്ങുന്നു. അവർ കരഞ്ഞുകൊണ്ട് ലൂഹിത് കയറ്റം കയറുന്നു. ഹൊറോണായും ഇറക്കത്തിൽ അവർ നാശത്തിന്റെ ആർത്തനാദം കേട്ടു. ഓടി രക്ഷപ്പെടുവിൻ. മരുഭൂമിയിലെ കാട്ടുകഴുതയെ പോലെ ഓടുവിൻ. കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു, നീയും പിടിക്കപ്പെടും. കെമോഷ് ദേവൻ പ്രവാസിയാകും, ഒപ്പം അവന്റെ പുരോഹിതന്മാരും പ്രഭുക്കളും. കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരം തോറും സംഹാരകൻ വരും. ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല. താഴ്വരകൾ തകർക്കപ്പെടും, സമതലങ്ങൾ നശിക്കും. മൊവാബിന് ചിറകു നൽകുവിൻ, അവൾ പറന്നു പോകട്ടെ. അവളുടെ നഗരങ്ങൾ ശൂന്യമാകും, അതിൽ ആരും വസിക്കുകയില്ല. കർത്താവിന്റെ വേരയിൽ അലസനായവൻ ശബ്ദൻ, വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ ശബ്ദൻ. മദ്യത്തിന്റെ മട്ടിൽ പുതഞ്ഞ് മൊവാബ് യൗവനം മുതൽ സ്വസ്ഥമായിരുന്നു. പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർന്നില്ല, പ്രവാസത്തിലേക്ക് പോയതുമില്ല. അതിൻ്റെ രുചിക്കോ ഗന്ധത്തിനോ മാറ്റം വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു: പകരുന്നവരുടെ കയ്യിൽ അത് ഞാൻ ഏൽപ്പിക്കും. അവർ ആ പാത്രങ്ങൾ ശൂന്യമാക്കും, ഭരണികൾ ഉടച്ചു കളയും. തങ്ങൾ പ്രത്യാശയർപ്പിച്ചിരുന്ന ബദേലിനെ കുറിച്ച് ഇസ്രായേൽ ഭവനം ലജ്ജിച്ചതുപോലെ കെമോഷിനെ കുറിച്ച് മൊവാബും ലജ്ജിക്കും.
വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളാണെന്ന് നിങ്ങൾക്കെങ്ങനെ അഭിമാനിക്കാൻ കഴിയും? സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് അരുളി ചെയ്യുന്നു, മോവാബിന്റെയും അവന്റെ നഗരങ്ങളുടെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു. അവന്റെ യുവാക്കളിൽ വീരന്മാർ വധത്തിനേൽപ്പിക്കപ്പെടുന്നു. മോവാബിന്റെ നാശം സമീപിച്ചു, അവന്റെ യാതന പാഞ്ഞെത്തുന്നു. അവന് ചുറ്റുമുള്ളവരെ, അവന്റെ നാമം അറിയുന്നവരെ, അവനെ ഓർത്ത് വിലപിക്കുവിൻ. അവന്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോൽ തകർന്നല്ലോ. ദീബോൻ നിവാസികളെ, ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരിക, വരണ്ടുവിണ്ട നിലത്തിരിക്കുക. മോവാബിന്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്തു കളഞ്ഞു. അരോവേർ നിവാസികളെ, വഴിയരികിൽ വന്ന് ചുറ്റും നോക്കുക. പലായനം ചെയ്യുന്നവനോടും ഓടി രക്ഷപ്പെടുന്നവളോടും എന്തു സംഭവിച്ചെന്ന് ആരായുക. മോവാബ് തകർന്നു, അവൾ അപമാനിതയായിരിക്കുന്നു. അതിനാൽ വിലപിച്ചു കരയുക. മോവാബ് ശൂന്യമായെന്ന് അർണോൻ തീരത്ത് വിളിച്ചു പറയുക. പീഠഭൂമി ഹോലോൻ, ജാക്സ, മെഫാത്ത്, ദീബോൻ, നേബോ, ബദ്ദിബ്, ലാത്തായിം, കിരിയാത്തായിം, ബദ്ഗാമുൽ, ബെത്മയോൻ, കെരിയോത്ത്, ബൊസ്ര ഇവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാ മോവാബി നഗരങ്ങളുടെയും മേൽ ന്യായവിധി നിബന്ധിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, മോവാബിന്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടു, കരം തകർന്നു. കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തിയതിനാൽ മോവാബിനെ ഉന്മത്തനാക്കുക. അവൻ ഛർദിയിൽ കിടന്നുരുളട്ടെ, അവനും അവമാനിതനാകട്ടെ. ഇസ്രായേൽ നിനക്ക് നിന്നാപാത്രമായിരുന്നില്ലേ? അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പുച്ഛിച്ചു തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നു. മോവാബ് നിവാസികളെ, നഗരങ്ങൾ വിട്ടകലുവിൻ, പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവിൻ, ഗുഹാപാർശ്വങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെ പോലെ കഴിയുവിൻ. മോവാബിന്റെ അഹംഭാവം ഞങ്ങൾ അറിയുന്നു. എന്തൊരഹങ്കാരം, എന്തൊരു നാട്യം, എന്തൊരു ഗർവ്! അവന്റെ ഔദത്യം ഞാൻ അറിയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവന്റെ പൊങ്ങച്ചവും പ്രവൃത്തിയും വ്യാജമാണ്. മോവാബിനെ കുറിച്ച് ഞാൻ വിലപിക്കുന്നു, മോവാബിനെ ഓർത്ത് ഞാൻ നിലവിളിക്കുന്നു. കിർഹെരസ്യരെ പ്രതി ഞാൻ ദുഃഖിക്കുന്നു. സിപ്മായുടെ മുന്തിരിവള്ളി, ജാസറിനെ ഓർത്ത് എന്നതിനേക്കാളേറെ ഞാൻ നിന്നെ കുറിച്ച് വിലപിക്കുന്നു. നിന്റെ ശാഖകൾ കടൽ കടന്നു, ജാസർ വരെ എത്തി. നിന്റെ വേനൽ കനികളെയും മുന്തിരിവിളകളെയും വിനാശകൻ ആക്രമിക്കുന്നു. ഫലസമൃദ്ധമായ മോവാബിൽ നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറഞ്ഞു. മുന്തിരിച്ചക്കിൽ നിന്ന് വീഞ്ഞ് ഒഴുകുന്നില്ല. ആർപ്പുവിളിയോടെ ആരും ചക്ക് ചവിട്ടുന്നില്ല. ആർത്തനാദമാണ് ഉയരുന്നത്. ഹെഷ്ബോണും എലയാലെയും നിലവിളിക്കുന്നു. യാഹാസ് അവരുടെ ശബ്ദം മുഴങ്ങുന്നു. സോവാർ മുതൽ ഹൊറോനായിയും എഗ്ലാത്ത് ഷെലിഷിയ വരെയും അത് കേൾക്കുന്നു. നിമ്രിം ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു. മോവാബിലെ പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്യുന്നവർക്ക് ഞാൻ അന്ത്യം വരുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ഹൃദയം ഓടക്കുഴൽ എന്ന പോലെ കിർഹെരസ്യരെയും മോവാബിരെയും ഓർത്ത് വിലാപസ്വരം ഉതിർക്കുന്നു. അവരുടെ സമ്പത്ത് നശിച്ചല്ലോ. എല്ലാവരും ശിരസ് മുണ്ഡനം ചെയ്തു, താടി ക്ഷൗരം ചെയ്തു, കരങ്ങൾ വ്രണപ്പെടുത്തി, അരയിൽ ചാക്കൊടുത്തു. മോവാബിന്റെ പുരമുകളിലും ചന്തസ്ഥലങ്ങളിലും വിലാപമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. എന്തെന്നാൽ ആർക്കും വേണ്ടാത്ത പാത്രമെന്ന പോലെ മോവാബിനെ ഞാൻ ഉടച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, മോവാബ് നിശേഷം നശിച്ചു. അവർ എത്ര വിലപിക്കുന്നു! മോവാബ് ലജ്ജിച്ച് പിന്തിരിയുന്നു. ചുറ്റുമുള്ള ആളുകളിൽ നിന്ദയും ഭീതിയും ഉളവാക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, കഴുകനെ പോലെ അതിവേഗം ഒരാൾ പറന്നുവരും. അവൻ മോവാബിനെതിരെ ചിറകു വിടർത്തും. നഗരങ്ങൾ അവന് അധീനമാകും, കോട്ടകൾ പിടിക്കപ്പെടും. ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ മോവാബിലെ വീരന്മാർ വേദനിക്കും. മോവാബ് നശിക്കും, അതൊരു ജനതയല്ലാതാകും. അവൻ കർത്താവിന്റെ മുൻപിൽ തന്നെത്താൻ ഉയർത്തിയല്ലോ. മോവാബ്യരെ, നിങ്ങളുടെ മുൻപിൽ ഇതാ ഭീതിയും കുഴിയും കെണിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു.
ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നവൻ കുഴിയിൽ പതിക്കും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും. മോവാബിന്റെ ശിക്ഷാവർഷത്തിൽ ഞാൻ ഇവ അവരുടെ മേൽ വരുത്തും. ഓടിപ്പോയവർ ഹെഷ്ബോണിന്റെ നിഴലിൽ ദുർബലരായി നിന്നു. ഹെഷ്ബോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു, സീഹോന്റെ ഭവനത്തിൽ നിന്ന് ഒരു ജ്വാല. അത് മോവാബിന്റെ നെറ്റിത്തടം തകർത്തു, കലാപകാരികളുടെ ശിരസ് തകർത്തു. മോവാബേ, നിനക്ക് ദുരിതം. കെമോഷിന്റെ ജനം നിർജീവമായി, നിന്റെ പുത്രന്മാർ അടിമകളായി, നിന്റെ പുത്രിമാർ പിടിക്കപ്പെട്ടു. അവസാന നാളുകളിൽ ഞാൻ മോവാബിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതുവരെയായിരിക്കും മോവാബിന്റെ ശിക്ഷ. അധ്യായം 49. അമ്മോന്യർക്കെതിരെ. അമ്മോന്യരെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു: ഇസ്രായേലിന് പുത്രന്മാരില്ലേ? അവന് അവകാശികളില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് മിൽക്കോം ഗാദിന്റെ ദേശം പിടിച്ചടക്കുകയും അവന്റെ ആരാധകർ അതിന്റെ നഗരങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്തത്? അമ്മോന്യരുടെ രാബായ്ക്കെതിരെ ഞാൻ പോർവിളി ഉയർത്തുന്ന ദിവസം വരുന്നു. രാബ നാശകൂമ്പാരമാകും, അതിന്റെ ഗ്രാമങ്ങൾ അഗ്നിക്കിരയാകും. തങ്ങളെ കൊള്ളയടിച്ചവരെ ഇസ്രായേൽ കൊള്ളയടിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു: ഹെഷ്ബോൺ നിവാസികളെ നിലവിളിക്കുവിൻ, ആയ് ശൂന്യമായിരിക്കുന്നു. റാബായുടെ പുത്രിമാരെ ഉച്ചത്തിൽ കരയുവിൻ, ചാക്കുടുത്ത് വിലപിച്ചുകൊണ്ട് അലയുവിൻ. തന്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടുമൊപ്പം മിൽക്കോം വിപ്രവാസിയാകും. തന്റെ ധനത്തിൽ വിശ്വാസമർപ്പിച്ച് ആര് എനിക്കെതിരെ വരുമെന്ന് ജൽപ്പിച്ച അവിശ്വസ്തയായ പുത്രി, നിന്റെ താഴ്വരകളെ കുറിച്ച് നീ തന്നെത്താൻ പുകഴ്ത്തുന്നതെന്തിന്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: 4 ഭാഗത്തു നിന്നും ഭീതി നിന്നെ പിടികൂടും. നിങ്ങൾ ഓരോരുത്തരും സ്വജീവനെ പ്രതി ഓടും. ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടാൻ ആരും ഉണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് അമ്മോന്യരുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ഏദോമിനെതിരെ. ഏദോമിനെ കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: തേമാനിൽ ജ്ഞാനം അവശേഷിച്ചിട്ടില്ലേ? വിവേകിയുടെ വിവേകം നശിച്ചു പോയോ? അവരുടെ ബുദ്ധി കെട്ടുപോയോ? ദദാൻ നിവാസികളെ പിന്തിരിഞ്ഞോടുവിൻ, ഗർത്തങ്ങളിൽ പോയി ഒളിക്കുവിൻ. ശിക്ഷയുടെ നാളിൽ ഏസാവിന്റെ മേൽ ഞാൻ ദുരിതം വരുത്തും. മുന്തിരി ശേഖരിക്കുന്നവർ കുറച്ചെങ്കിലും അവശേഷിപ്പിക്കാറില്ലേ? രാത്രിയിൽ വരുന്ന കള്ളന്മാർ തങ്ങൾക്ക് വേണ്ടതല്ലേ എടുക്കൂ. ഏസാവിനെ ഞാൻ ശൂന്യമാക്കി, അവന്റെ ഒളിസങ്കേതങ്ങൾ തുറന്നിട്ടു. അവന് ഒളിച്ചിരിക്കാൻ കഴിയുകയില്ല. അവന്റെ മക്കളും സഹോദരരും അയൽക്കാരും നശിച്ചു, അവൻ ഇല്ലാതായി. നിന്റെ അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക, ഞാൻ അവരെ സംരക്ഷിക്കും. നിന്റെ വിധവകൾ എന്നെ ആശ്രയിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു: അർഹിക്കാത്തവനെ പോലും പാനപാത്രത്തിൽ നിന്ന് കുടിപ്പിക്കുമെങ്കിൽ നിന്നെ വെറുതെ വിടുമോ? നീ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. നീ അത് കുടിച്ചേ തീരൂ. ഞാൻ ശപഥം ചെയ്യുന്നു. ബൊസ്ര ഭീകരവും അപഹാസ്യവും ശൂന്യവും ശാപഗ്രസ്തവുമാകും. അവളുടെ നഗരങ്ങൾ എന്നേക്കും ശൂന്യമായി കിടക്കും. കർത്താവിൽ നിന്ന് എനിക്കൊരു വാർത്ത ലഭിച്ചു. ജനതകളുടെ ഇടയിലേക്ക് ഒരു ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഏദോമിനെതിരെ ഒരുമിച്ച് കൂടുവിൻ, യുദ്ധസന്നദ്ധരാകുവിൻ. ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ ചെറുതാക്കും, മനുഷ്യരുടെ ഇടയിൽ നിന്നാപാത്രവും. പാറക്കെട്ടുകളിൽ വസിക്കുകയും ഗിരിശൃംഗങ്ങളെ കീഴടക്കുകയും ചെയ്ത നീ അന്യരിൽ ഉണർത്തിയ ഭീതിയും നിന്റെ ഗർവ്വവും നിന്നെ വഞ്ചിച്ചു. നീ കഴുകനെ പോലെ ഉയരത്തിൽ കൂടുവച്ചാലും നിന്നെ ഞാൻ താഴെ ഇറക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ഏദോം ബീഭത്സമാകും. കടന്നു പോകുന്നവർ അതിനെ ഭയപ്പെടുകയും അതിന് നേരിട്ട അത്യാഹിതത്തിൽ വിസ്മയിക്കുകയും ചെയ്യും. സോദോമും ഗൊമോറായും സമീപ നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടപ്പോഴെന്ന പോലെ ഏദോമിലും ആരും വസിക്കുകയില്ല, ആരും അതിലെ സഞ്ചരിക്കുകയുമില്ല. ജോർദാൻ വനങ്ങളിൽ നിന്ന് ആട്ടിൻപറ്റങ്ങളുടെ നേരെ വരുന്ന സിംഹത്തെ പോലെ ഞാൻ അവരെ ഏദോമിൽ നിന്ന് ഓടിച്ചു കളയും. എനിക്കിഷ്ടപ്പെട്ടവനെ ഞാൻ അവളുടെ ഭരണാധികാരിയാക്കും. ആരുണ്ട് എനിക്ക് തുല്യൻ? എന്നോട് കണക്ക് ചോദിക്കാൻ ആർക്ക് കഴിയും? ഏത് ഇടയൻ എൻ്റെ മുൻപിൽ നിൽക്കും? ഏദോമിനും തേമാനും എതിരായുള്ള കർത്താവിൻ്റെ നിശ്ചയങ്ങൾ കേട്ടുകൊള്ളുവിൻ.
അജഗണത്തിലെ കുഞ്ഞാടുകൾ പോലും വലിച്ചിഴക്കപ്പെടും. അവയ്ക്കുള്ള ശിക്ഷ കണ്ട് ആലകൾ സംഭീതമാകും. അവ വീഴുന്ന ശബ്ദം കേട്ട് ഭൂമി വിറയ്ക്കും. അവയുടെ നിലവിളി ചെങ്കടൽ വരെ എത്തും. ഒരുവൻ കഴുകനെ പോലെ ഉയർന്ന് അതിവേഗം പറക്കും. അത് ബൊസ്രായ്ക്കെതിരെ ചിറകു വിടർത്തും. അന്ന് ഏദോമിലെ വീരന്മാർ ഈറ്റുനോവെടുത്ത സ്ത്രീകളെ പോലെ വേദനിക്കും. ദമാസ്കസിനെ കുറിച്ച് ഹമാത്തും അർപ്പാദും പരിഭ്രാന്തരാകുന്നു. അവർക്ക് ദുഃഖവാർത്ത ലഭിച്ചിരിക്കുന്നു. അവർ ഭയന്നു വിറയ്ക്കുന്നു. അടങ്ങാത്ത കടൽ പോലെ അവർ പ്രക്ഷുബ്ധരായിരിക്കുന്നു. ദമാസ്കസ് ദുർബലയായി. അവൾ ഓടാൻ ശ്രമിച്ചു, എന്നാൽ സംഭ്രമം അവളെ തടഞ്ഞു നിർത്തി. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ വേദനയും വിഷമവും അവളെ കീഴടക്കി. ആഹ്ലാദത്തിന്റെ നഗരം, പ്രശസ്തിയുടെ നഗരം ഇതാ ഉപേക്ഷിക്കപ്പെടുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് അവളുടെ യുവാക്കൾ പൊതുസ്ഥലങ്ങളിൽ വീഴും. അവളുടെ യോദ്ധാക്കൾ നശിപ്പിക്കപ്പെടും. ദമാസ്കസിന്റെ കോട്ടകൾക്ക് ഞാൻ തീ കൊളുത്തും. അത് ബൻഹദാദിന്റെ ദുർഗങ്ങളെ വിഴുങ്ങും. കേദാറിനും ഹസോറിനുമെതിരെ. കേദാറിനും ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ നശിപ്പിച്ച ഹസോറിന്റെ രാജ്യങ്ങളെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. എഴുന്നേറ്റ് കേദാറിനെതിരെ നീങ്ങുക. പൗരസ്ഥരായ അവരെ നശിപ്പിക്കുക. അവരുടെ കൂടാരങ്ങളും തിരശീലകളും ആടുമാടുകളും വസ്തുവകകളും കൊള്ളയടിക്കുക. അവരുടെ ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുക. അവരോട് വിളിച്ചു പറയുക, എങ്ങും ഭീകരത. ഹാസോർ നിവാസികളെ വിദൂരത്തേക്ക് പലായനം ചെയ്യുവിൻ. ഗർത്തങ്ങളിൽ ഒളിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളെ നശിപ്പിക്കാൻ ബാബിലോൺ രാജാവ് നബുക്കദ്നേസർ നിങ്ങൾക്കെതിരെ വരുന്നു. എഴുന്നേൽക്കുക. വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ നിർവിശങ്കം സ്വതന്ത്രമായി ജീവിക്കുന്ന ജനതയ്ക്കെതിരെ നീങ്ങുക. അവരുടെ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും കൊള്ളയടിക്കുക. ചെന്നി മുണ്ടനം ചെയ്തവരെ ഞാൻ കാറ്റിൽ പറത്തും. നാനാവശത്തു നിന്നും അവർക്ക് ദുരിതം വരുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു. ഹാസോർ കുറുനരികളുടെ സങ്കേതവും ശാശ്വത ശൂന്യതയുമായി തീരും. ആരും അവിടെ വസിക്കുകയില്ല. യാത്രക്കിടയിൽ തങ്ങുകയുമില്ല. ഏലാമിനെതിരെ. യൂദാ രാജാവായ സെദക്കിയായുടെ ഭരണത്തിന്റെ ആരംഭകാലത്ത് ഏലാമിനെ കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഏലാമിന്റെ വില്ലു ഞാൻ ഒടിക്കും. അതാണ് അവരുടെ ശക്തി. ഞാൻ ഏലാമിന്റെ മേൽ ദിഗന്ധങ്ങളിൽ നിന്ന് കാറ്റുകളെ അയക്കും. അവർ നാലുപാടും ചിതറും. ഏലാമിൽ നിന്ന് ഓടിപ്പോകുന്നവർ അഭയം തേടാത്ത ഒരു രാജ്യവും ഉണ്ടായിരിക്കുകയില്ല. വേട്ടയാടുന്ന ശത്രുക്കളുടെ മുൻപിൽ സംഭീതരാകാൻ ഞാൻ അവർക്ക് ഇടവരുത്തും. എൻ്റെ ഉഗ്രകോപത്തിൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും. അവരെ ഉന്മൂലനം ചെയ്യുന്നതുവരെ വാൾ അവരെ പിന്തുടരും. എൻ്റെ സിംഹാസനം ഏലാമിൽ ഞാൻ ഉറപ്പിക്കും. അവരുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും ഞാൻ നശിപ്പിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവസാന നാളുകളിൽ ഏലാമിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു.